ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെയുള്ള ബഹിഷ്കരണ സമരം ഡ്രൈവിംഗ് സ്കൂളുകാർ തുടരുന്നു. കോതമംഗലത്തും ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി കോതമംഗലത്ത് ജാഥ നടത്തി. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംയുക്ത സമരസമിതി ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണ സമരം നടത്തിവരുന്നത്. ഇതേ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണത്തിനായാണ് കോതമംഗലത്ത് വാഹനജാഥ നടത്തിയത്. ഓഫീസിലേക്ക് എത്തിച്ചേരുന്ന ഈ റാലി എത്തിച്ചേരുമ്പോൾ അവിടെ പ്രമുഖരായ നേതാക്കന്മാർ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. നാടിന്റെ നന്മയായി മാറുന്നവരുടെ മനസ്സ് മുരടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ റാലിത കോതമംഗലത്തിന്റെ വഴിപ്പാതയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നാടിന് നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാടിനെ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആരായാലും മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ റാലിത RTO ഓഫീസിന് സമീപം സമ്മേളനവും ഉണ്ടായിരുന്നു. മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി AM അജയ്കുമാർ, ഷാലു തോമസ്, എൽദോസ് മാത്യു, KV സൂരജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 4/24 സർക്കുലറിനെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് 7-ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുകയാണ് ഈ സമരം. ഈ വരുന്ന 13-ാം തീയതി ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് കോതമംഗലത്ത് ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ വാഹന പ്രചരണ ജാഥയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ, ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ഈ ജാഥ നടത്തുകയും ചെയ്യുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു വികാരം ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ ഇതിൻ്റെ സത്യാവസ്ഥകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.